എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു 3-4 ഷോർട്ട് ടൈം കോള് ഒന്ന് ജസ്റ്റ് അതിൻ്റെ റേഞ്ച് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ നോർമൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഏകദേശം 29 ഷെയർ നമ്മൾ ചാനലിൽ കൂടെ വീഡിയോ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഷെയർസിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത്. അതിൽ ഈ മുത്തൂറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഷെയർ മാത്രമാണ് പെർഫോമൻസ് നമുക്ക് നൽകാതിരുന്നത്. 1.5% പെർഫോമൻസ് തന്നുള്ളൂ. പക്ഷേങ്കിൽ അത് ഞാൻ എപ്പോഴും ഷോർട്ട് ടൈം കോളിന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ഷെയർ ഞാൻ തന്ന റേഞ്ചിൽ നിന്ന് താഴെ പോയെങ്കിൽ ആ റേഞ്ചിൽ ഒരു 10% താഴെ അത് ആവറേജ് ചെയ്താൽ അത് തിരിച്ച് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റിലെടുക്കാൻ പറ്റും. ഇത് ഈ 32 റേഞ്ച് ചെയ്യുന്നത് 300 വരെ വന്നിട്ട് തിരിച്ച് കയറി 330 വരെ വന്നു. അതിനുശേഷം വീണ്ടും മിഡ് ക്യാപ്പിൻ്റെ ഒരു ക്രാഷ് വന്ന സമയത്ത് 280 വരെ വന്നിട്ട് വീണ്ടും തിരിച്ച് ഇപ്പം 306, 307 റേഞ്ചിലുണ്ട്. ഈ ഒരു ഷെയർ മാത്രമാണ് നമുക്കൊരു റീസണബിൾ പ്രോഫിറ്റ് തരാതിരുന്നത്. 29 കോളിൽ ഒരു ഷെയർ എബോവ് 40% തന്നു, 3 ഷെയർ 30 to 40% തന്നു, 4 ഷെയർ 20 to 30. ഇപ്പോൾ 3-4 മാസമായിട്ട് ഇത് കൊടുക്കാൻ തുടങ്ങിയിട്ട് 20 to 30%, 13 ഷെയർ 10 to 20%, 5 to 10%, 6, 1 to 5%, 2. ഇതിനകത്ത് ഏഷ്യൻ പെയിൻ്റ് എന്ന് പറയുമ്പോൾ വലിയ ഷെയറാണ്. അപ്പോൾ അതിനകത്തൊരു 3%-അടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3% പറയുമ്പോൾ നല്ല പ്രോഫിറ്റാണ് അതിനകത്ത്. ഏഷ്യൻ പെയിൻറ്റ് ഇത് കണ്ടില്ലേ, വലിയ കുഴപ്പമില്ലാത്ത പ്രോഫിറ്റായിരുന്നു. അതുകൊണ്ടാണ് അതിനകത്ത് 3% വലിയ കുഴപ്പമില്ല. പിന്നെ ഈ മുത്തൂറ്റ് ക്യാപിറ്റലും ബാക്കിയുള്ളതെല്ലാം നല്ല പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഷെയർ പോലും ലോസിൽ പോയിട്ടില്ല. എപ്പോഴും ഞാൻ ഈ ഷോർട്ട് ടൈം കോൾ തരുന്ന ഷെയർസിനകത്ത് ഞാൻ തന്ന ലെവലിൽ നിന്ന് ഒരു 10% താഴെ പോയെങ്കിൽ നിങ്ങളത് കണ്ണുമടച്ച് ബൈ ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി നല്ല ഷെയറുകളാണ് കൊടുക്കുന്നത്, ക്വാളിറ്റി കമ്പനീസാണ് കൊടുക്കുന്നത്. അത് ഓൾറെഡി ഒരു ഡൗൺ ട്രെൻഡ് വന്നൊന്ന് സെറ്റാകുന്ന റേഞ്ചിലാണ് ഞാൻ തരുന്നത്. അതിനുശേഷം വീണ്ടും കുറച്ച് താഴെ ഇപ്പം മാർക്കറ്റ് സെക്ടർ വൈസ് മൂവ്മെൻറ്റിൽ അത് താഴെ പോയെങ്കിൽ അതിന് ആ പോയതിനെക്കാട്ടി സ്പീഡ് തിരിച്ച് കയറി വരും ആ ഷെയറുകൾ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർ ഇപ്പം നമുക്കൊരു 1 ലക്ഷം രൂപയുടെ ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മളിപ്പം ഞാൻ ആ പറയുന്ന റേഞ്ചിൽ ഒരു 30,000, 40,000 അല്ലെങ്കിൽ 50,000 രൂപ വാങ്ങിച്ചിട്ട് ബാക്കിക്ക് വെയിറ്റ് ചെയ്യുക. അടുത്ത ചാൻസ് കിട്ടുവാണെങ്കിൽ ബൈ ചെയ്യുക, അതല്ലെങ്കിൽ മുകളിൽ പോകുമ്പോൾ വിറ്റ് മാറുക. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഒരു ഒറ്റയടിക്ക് നമ്മളിപ്പോൾ ഒരു ഷെയർ തന്ന ഒറ്റയടിക്ക് നമ്മൾ കയറി എല്ലാം കൂടെ ഒറ്റ ഒരു റേഞ്ചിൽ തന്നെ വാങ്ങരുത്, പല പല റേഞ്ചിൽ വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നോക്കാം ഏതൊക്കെ ഷെയറുകളാണെന്ന്. ആദ്യമായിട്ടാണ് ഈ ബർജർ പെയിൻ്റ് എന്ന് പറയുന്ന ഷെയർ. ബർജർ പെയിൻ്റ് ഇപ്പം ഒരു റീസെൻ്റ് ഇതുണ്ടല്ലേ, ഒരു റീസെൻ്റ് ഹൈ എന്ന് പറയുമ്പോൾ ഒരു 6 മാസത്തിനുള്ളിലാണ് നല്ലൊരു വീഴ്ച വീണേക്കുന്നത്. 678 റേഞ്ച് എന്നത് ഇപ്പം 504 ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഈ ഇവിടെ വന്നൊരു സപ്പോർട്ട് എടുത്തെടുത്ത് കുറച്ച് കയറി വന്നു, പക്ഷേ ഇവിടെ വീണ്ടും താഴെ പോയി. ഇത് താഴെ പോകാൻ കാരണം ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കയറുന്നതുകൊണ്ടാണ്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കയറുമ്പോൾ ഈ പെയിൻറ്റ് കമ്പനികൾ, അതുപോലെ ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ആയിട്ട് റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന കമ്പനികളൊക്കെ കുറച്ച് ഇറങ്ങി വരും. അപ്പം ഏറ്റവും മെയിനായിട്ട് ഈ പെയിൻറ്റ് കമ്പനികൾ ക്രൂഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്റ്റ്, അതായത് ക്രൂഡ് ഓയിലിൻ്റെ ബൈ പ്രോഡക്റ്റുകളാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ക്രൂഡ് ഓയിലിന് വില കൂടുമ്പോൾ നോർമലായിട്ട് ഇവരുടെ ഇത് എക്സ്പെൻസ് കൂടും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ആ സമയത്ത് ഷെയർസിനകത്ത് മൂവ്മെൻറ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇത് ഈ ഷെയർ ഇപ്പോൾ പോകുന്നത്. ഇങ്ങനെയുള്ള സമയം നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റിയാണ് പെയിൻറ്റ് കമ്പനികളിൽ, നല്ല നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു സപ്പോർട്ട് ലെവൽ എന്നത് പൊട്ടി അടുത്ത ഒരു ലെവല് ഇതുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് എടുക്കുന്ന വേറൊരു ലെവലിൽ ആ റേഞ്ചിലോട്ട്, ആ റേഞ്ചിൻ്റെ താഴെയാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ ഒരു കാൽക്കുലേഷൻ ഈ 500 ലെവല് തൊട്ട് 470 ഈ ലെവലിനുള്ളിൽ ഇത് അക്യുമുലേറ്റ് ചെയ്യാം ഈ ഷെയർ. ഇവിടുന്ന് എന്തായാലും നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. ഇവിടെ എടുത്താൽ ഈ 500 എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. 500 ഈ ഷെയർ എടുക്കുന്നതിന് ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേങ്കിൽ ചിലപ്പോൾ ഇച്ചിരി വെച്ചോണ്ടിരിക്കേണ്ടി വരും, 2 മാസം 3 മാസം ചിലപ്പോൾ വെച്ചോണ്ടിരിക്കേണ്ടി വരും. ഈ
ഇപ്പോൾ ബൈ ചെയ്യുന്നവരെ ഈ റേഞ്ച് ബൈ ചെയ്യാം, 504, 500 റേഞ്ചിൽ ബൈ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ ഒരു വിഷയം വെച്ചിട്ട് ഇത് കുറച്ചുകൂടെ ഇറങ്ങി 470, ചിലപ്പോൾ 470 ഇച്ചിരി കൂടെ ഒക്കെ താഴെ ചാൻസ് കൂടുതലാണ്. ആ റേഞ്ച് വരുമ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഒരു 100 ഷെയർ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ 25 ഷെയർ എടുക്കുക. താഴെ വരുമ്പോൾ അതിൻ്റെ അനുസരിച്ച് 25 ഷെയർ എടുത്തിട്ട് ഇപ്പം 500 ഒരു 25 ഷെയർ എടുത്തു. അതിനുശേഷം 502, 501 എന്ന് വരുമ്പോൾ ഒന്നും ആവറേജ് ചെയ്യരുത്. അവിടുന്ന് അറ്റ്ലീസ്റ്റ് ഒരു 10% പോയി കഴിയുമ്പോൾ, ഇപ്പോൾ ഇവിടുന്ന് ഒരു 10% താഴോട്ട് ഇറങ്ങിയെങ്കിൽ നമ്മൾ ഇപ്പോൾ 10% എത്രയാണ്? 50 രൂപ. 50 രൂപ ഇത് പോകുമെന്ന് തോന്നുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞ 470 റേഞ്ച് അഥവാ വരുവാണെങ്കിൽ ഇവിടെ 25 എടുത്തവർ അവിടെ ഒരു 50 എടുക്കുക. ഈസി ആയിട്ട് അവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും. പക്ഷേങ്കിൽ ഈ 500 എന്ന് പറയുന്ന റേഞ്ച് ബൈ റേഞ്ചാണ് ഈ ഷെയറിൻ്റെ, അത് ശ്രദ്ധിക്കുക. അപ്പം ഒരു ഷെയർ ബർജർ പെയിൻ്റാണ്. ഇപ്പം പിന്നെ ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ ടൈമൊക്കെ ആയിട്ട് ഇച്ചിരി നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പോൾ എത്ര നല്ല ഷെയറുകൾ തന്നെന്ന് പറഞ്ഞാലും ഈ ഇലക്ഷനൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വന്നില്ല എങ്കിൽ അതിനകത്തൊക്കെ മൊത്തത്തിൽ മാർക്കറ്റ് കറക്ഷൻ വരുമ്പോൾ ഇതിനകത്തും കുറച്ച് കറക്ഷൻ വരും. പക്ഷേങ്കിൽ ആ സമയത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയത് ഈ ഷെയറുകളൊക്കെ ഓൾറെഡി ഇത് 20% മുകളിൽ താഴെയാണ്. അപ്പം നമുക്ക് വീണ്ടും ഒരു 10% പോയെന്ന് പറഞ്ഞാൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ടേ ഞാൻ കൂട്ടത്തുള്ളൂ. അതും ക്വാളിറ്റി കമ്പനി, ബർജർ പെയിൻ്റ് എന്നൊക്കെ പറയുന്ന നല്ല കമ്പനികൾ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അനുസരിച്ച് ചെയ്യുക. പക്ഷേങ്കിൽ ഇങ്ങനൊരു ഇത് വെച്ച് ഇപ്പോഴത്തെ ഒരു ഇതിൽ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെയാണ് 536. അതിനുശേഷം അടുത്ത ഈ ലെവലിലോട്ട് 578. ഇപ്പം ക്രൂഡ് ഓയിൽ ഇച്ചിരി അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് ഇല്ലാതിരിക്കുവാണെങ്കിൽ തന്നെ ഇത് കുറച്ച് ഇവിടുന്ന് തന്നെ കയറി വരും ഈ ഷെയർ. അപ്പോൾ ശ്രദ്ധിക്കുക ആ കാര്യം. അടുത്ത ഒരു കമ്പനി തന്നെ കോഫോർജ്. കോഫോർജ് കണ്ടില്ലേ? കോഫോർജ് ഒരു റീസെൻ്റ് ഹൈ എന്ന് പറഞ്ഞാൽ 6831. അവിടുന്ന് വൺ സൈഡ് മൂവ്മെൻ്റ് ഇത് കണ്ടില്ലേ? ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, ആ സപ്പോർട്ട് അത് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്യുമ്പോൾ അത് ചെയ്യുന്നത് അടുത്ത ഒരു സപ്പോർട്ട് ലെവലിൽ വരാൻ ശ്രമിക്കും. ഇപ്പോൾ ഇത് 5118 ഈ ഷെയർ വന്നിട്ട് ഒരു 5000, 5010, 5020 റേഞ്ച് തൊട്ട് ഇത് ഇപ്പോഴത്തെ റേഞ്ചിൽ ഈ റേഞ്ചിൽ എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേങ്കിൽ വെയിറ്റ് ചെയ്താൽ എൻ്റെ ഒരു കാൽക്കുലേഷൻ 5010, 20 ഈ അടുത്ത ആഴ്ച കിട്ടാൻ ചാൻസ് കൂടുതലായി ഷെയർ. അവിടുന്ന് ഒരു 4900, 4850 ഒരു നല്ല കറക്ഷൻ വീണ്ടും മാർക്കറ്റ് വരുവാണെങ്കിൽ വരും. അതല്ലെങ്കിൽ ഇത് തിരിച്ച് കയറി പോകും. തിരിച്ച് കയറിയാൽ ഫസ്റ്റ് ടാർഗറ്റ് 5500 റേഞ്ചിലോട്ട് വരും. അപ്പോൾ എൻട്രി എടുക്കുന്നവർ ശ്രദ്ധിക്കുക. 5000, 5020 റേഞ്ച് തൊട്ടെടുത്താൽ മതി. ഇപ്പോഴത്തെ ഈ റേഞ്ചിൽ എടുക്കുന്നവർക്ക് എടുക്കാം. ലോങ് ടൈം വെക്കാൻ പറ്റുന്നവർക്ക് എടുക്കാം. ഷോർട്ട് ടൈമിലേക്ക് എടുക്കുകയാണെങ്കിൽ 5020 റേഞ്ചിൽ നോക്കിയാൽ മതി. ആ റേഞ്ച് വരുമെന്ന് തന്നെയാണ് ഈ ലൈൻ ഇട്ടേക്കുന്ന. 5020 റേഞ്ച് വരും, ഈ റേഞ്ചിലോട്ട് വരും. ഇവിടെ ഇപ്പം ഈ ഇരിക്കുന്ന 5118 എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ നമുക്കറിയത്തില്ലല്ലോ ഏത് റേഞ്ചിൽ നിന്നാണ് തിരിയുന്നത്. നമുക്ക് ഏകദേശം ഒരു റേഞ്ചിൽ നിന്ന് തിരിയാൻ ചാൻസ് ഉണ്ടെന്നറിയാം. എൻ്റെ ഒരു കാൽക്കുലേഷൻ 5020, 5000 താഴെ ചിലപ്പോൾ പ്രാവശ്യം ട്രേഡായിട്ടായിരിക്കും തിരിച്ച് കയറിപ്പോകുന്നത്. കയറിപ്പോയാൽ ചിലപ്പോൾ നല്ല ഹൈ അടിക്കും ഈ ഷെയർ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കോഫോർജ് എന്ന നല്ല കമ്പനിയാണ്. പണ്ടത്തെ NIT ടെക്നോളജി എന്ന് പറയുന്ന കമ്പനി ഇവരുടെ ഇത്. അപ്പോൾ അടുത്ത ഒരു ഷെയർ എല്ലാം ഈ പ്രാവശ്യം വലിയ ഷെയറുകളാണ്. ക്രിസിൽ റേറ്റിംഗ് ഏജൻസിയാണ്. ഇതും കണ്ടില്ലേ? റീസെൻ്റ് ഹൈയിൽ നിന്ന് താഴെ പോയി. റീസെൻ്റ് ഹൈയിൽ നിന്ന് ഫസ്റ്റ് സപ്പോർട്ട് പൊട്ടി, സെക്കൻഡ് സപ്പോർട്ടും പൊട്ടി. സെക്കൻഡ് സപ്പോർട്ട് ഇത് ഫേക്ക് ബ്രേക്ക് ഔട്ട് ആകാനാണ് ചാൻസ് കൂടുതൽ. എൻ്റെ ഒരു കാൽക്കുലേഷൻ ഈ റേഞ്ചിൽ ഇത് കയറി പോകും. ഒരു 4310, 4200 റേഞ്ച്. 4310, 4310, 15 റേഞ്ച്. ഇപ്പോൾ 4310 എന്ന് പറയുമ്പോൾ നിങ്ങൾ കറക്റ്റ് 4310 വരുന്നതിന് വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഫസ്റ്റ് എൻട്രിക്ക് 4315, 20 എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്തായാലും പ്രോഫിറ്റ് തരും 100%. ഞാൻ സ്റ്റോപ്പ് ലോസ് പറയാറില്ല. താഴോട്ട് ഇറങ്ങിയാൽ ആവറേജ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ക്രിസിൽ എന്ന് പറഞ്ഞ ഷെയർ 4310, 4200 റേഞ്ചിൽ അത് ആവറേജ് ചെയ്തെടുക്കുക ആ ഷെയർ. അടുത്തൊരു ഷെയർ സോണറ്റ സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ കമ്പനികളെല്ലാം കുറച്ച് ഡൗൺ ആണ്. ഇതും കണ്ടില്ലേ? സോണറ്റ സോഫ്റ്റ്വെയർ നല്ലൊരു മൂവ്മെൻറ്റ് 867 റേഞ്ച് ഒരു
ഇതൊരു സപ്പോർട്ട് ലെവൽ, ഫസ്റ്റ് സപ്പോർട്ടേ വന്നിട്ട് ഒരു ബൗൺസായി. അതിനുശേഷം ഇറങ്ങി ഈ റേഞ്ചിലോട്ട് 622, 670. അപ്പോൾ 620, 670 റേഞ്ചിൽ ഇത് കയറിപ്പോകാനാണ് ചാൻസ് കൂടുതൽ. ഒരു നല്ലൊരു ബൗൺസ് കിട്ടും. നല്ല ബൗൺസ് കിട്ടിയാൽ ഇപ്പോൾ 620 കിട്ടിയാൽ ഈസിയായിട്ട് ഈ റേഞ്ച് കയറി വരും. പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് ലോങ് ടൈമിൽ പുതിയ ഹൈ അടിച്ച് പോകാൻ ചാൻസ് ഉള്ള ഷെയറാണ് ഈ സോണറ്റ സോഫ്റ്റ്വെയർ, ബർജറിയിൽ തരുന്ന ഷെയറുകളെല്ലാം ലോങ് ടൈമിൽ പുതിയ ഹൈയിൽ വരുന്ന ഷെയറുകളാണ്. അപ്പോൾ സോണറ്റ സോഫ്റ്റ്വെയർ ഓക്കെ. അതിനുശേഷം ഇപ്പോൾ ജൂബിലൻറ്റ് ഫുഡ്, അത് കണ്ടിന്യൂസ് കറക്ഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷെയർ, നല്ല ഒന്നാം തരം കമ്പനിയാണ്. ഡൊമിനോ പിസ്സയുടെ ഒക്കെ കമ്പനിയാണ് ഇത്. കണ്ടില്ലേ, കണ്ടിന്യൂസ് ഇറക്കമാണ്. 580 എന്നാണ് ഇറക്കം. അത് ഏറ്റവും ഒരു മെയിൻ സപ്പോർട്ടിനടുത്തോട്ട് വന്നു. ഒരു പ്രാവശ്യം ഇവിടെ വന്നു, ബൗൺസ്, രണ്ടാം പ്രാവശ്യം ഇവിടെ വരും. ഇത് ഇപ്പം ഇതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ക്വാർട്ടർലി റിസൾട്ട് വരുന്ന സമയത്ത് ഈ റേഞ്ചിൽ ഇത് വരും. ചിലപ്പോൾ വന്നിട്ട് അന്നത്തെ ദിവസം തന്നെ അത് തിരിച്ച് കയറി പോകും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കണം. ഈ ലെവല്, ഈ 420, 400 റേഞ്ച്, ഇപ്പം 435 ആ റേഞ്ച് എടുക്കേണ്ട. 420, 400 റേഞ്ചിൽ ഈ ഷെയർ എടുക്കാൻ ശ്രമിക്കുക. അത് ആ റിസൾട്ടിൻ്റെ ടൈമിൽ ഉറപ്പായിട്ടും ഈ റേഞ്ച് വരാൻ ചാൻസ് കൂടുതലാണ്. എൻ്റെ റിസൾട്ട് അത്ര നല്ലതായിരിക്കത്തില്ല, ആ സമയത്ത് താഴോട്ട് വരും. അതിനുശേഷം ബൗൺസ് ആവുക ഷെയർ. അപ്പം ജൂബിലൻറ്റ് ഫുഡ് ശ്രദ്ധിക്കുക. ജൂബിലൻറ്റ് ഫുഡിൽ ഇപ്പം 420 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒറ്റ ദിവസം കൊണ്ടൊക്കെ നല്ല മൂവ്മെൻറ്റ് കിട്ടുന്നത്. ഒറ്റ ദിവസം തന്നെ ചിലപ്പോൾ 500 രൂപയൊക്കെ വരും. 480 ഈ റേഞ്ചൊക്കെ വരും. 480 ആ റേഞ്ചിലോട്ടൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കയറി വരും ഷെയർ. അപ്പം ഈ പറഞ്ഞ ഷെയറുകളെല്ലാം ഹൈ ക്വാളിറ്റി കമ്പനീസാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഒരു ഷെയർ പറഞ്ഞു, നമ്മളെടുത്തതിന് ശേഷം കുറച്ച് ഇറങ്ങിപ്പോയെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. അത് താഴെ വരുവാണെങ്കിൽ കുറച്ചുകൂടെ ആവറേജ് ചെയ്തിട്ടാണ്. പക്ഷേ ആവറേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 10% താഴെയാണെങ്കിൽ മാത്രമേ ആവറേജ് ചെയ്യാവൂ, അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. കയറിപ്പോന്നാൽ പൊക്കോട്ടെ, കുഴപ്പമില്ല. ഇപ്പോൾ താഴെ ഇറങ്ങി തിരിച്ച് കയറുമെന്ന് നമുക്ക് കുഴപ്പമില്ലല്ലോ, നമുക്ക് വലിയ ഇത് വരുന്നില്ലല്ലോ, നമുക്ക് തിരിച്ച് പ്രോഫിറ്റ് വരും ആ ഷെയർ. അതുപോലെ ഇനി അടുത്തൊരു ഷെയർ, ഒത്തിരി ഷെയറായെന്ന് തോന്നുന്നല്ലേ, കുറേ ഷെയറുകളുണ്ട്, പക്ഷെ കുറച്ച് മതി. എല്ലാം കൂടെ ആകുമ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷനാകും. ടാറ്റ കമ്മ്യൂണിക്കേഷൻ വന്നിട്ട് ഇപ്പോൾ റിസൾട്ട് വന്നിട്ട് ഇറങ്ങിയതാണ് ഈ ഷെയർ. ഇറങ്ങി ഇപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ, ഈ റിസൾട്ട് മോശമായതുകൊണ്ട് ഇത് കുറച്ചുകൂടെ ഇറങ്ങും. അപ്പോൾ ഇപ്പോൾ 1755 ഉണ്ട്. ഇതൊരു 1600 റേഞ്ചിലൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഞാനിത് ഇച്ചിരി കഴിഞ്ഞ് ഇടാമെന്ന് ഓർത്തിട്ടാണ് പിന്നെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ആ ലെവൽ മാത്രം ശ്രദ്ധിക്കുക. ഇപ്പം ഇത് കണ്ടില്ലേ, 1660 റേഞ്ച് തൊട്ട് ഈ രണ്ട് റേഞ്ചിനുള്ളിൽ കിട്ടും. 1660 തൊട്ട് ഇപ്പോൾ ഏകദേശം 70 രൂപ താഴെ വന്നെങ്കിൽ എടുത്താൽ മതി. മനസ്സിലായോ? അത് വരും. ഈ റേഞ്ചിൽ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. 1650-80 റേഞ്ചിൽ ഒരു പ്രാവശ്യം എൻട്രി എടുക്കാം. അവിടെ ചിലപ്പോൾ ബൗൺസ് ആയ ഒരു 50 രൂപ കയറിയിട്ടായിരിക്കും തിരിച്ചടുത്ത് ഇറക്കി ഉറങ്ങുന്നത്. എന്തായാലും ഈ റേഞ്ച് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ റേഞ്ചൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ണും പൂട്ടിയെടുക്കുക. 1500 റേഞ്ചൊക്കെ ഈ റിസൾട്ടിൻ്റെ ഒരു എഫക്റ്റിൽ കുറച്ച് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. തിരിച്ചതുപോലെ കയറിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതിപ്പം 2080 ആ റേഞ്ചിൽ നിന്നാണ് ഇറങ്ങി വന്ന 1755 എടുത്തേക്കുന്നത്. പിന്നെ ഞാനീ പറയുന്ന ഇപ്പോഴത്തെ ഈ ക്ലോസിങ് റേഞ്ചിലും എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ലോങ് ടൈം വ്യൂ വെച്ച് എടുക്കാവുന്നേ ഉള്ളൂ. അത് ഇറങ്ങിപ്പോയാൽ ആവറേജ് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ എത്ര ഷെയറാണ് പറഞ്ഞത്? 5 ഷെയറാണ് പറഞ്ഞത്. 2, 4, 5 6 ഷെയർ. 2, 4, 6 ഷെയർ പറഞ്ഞിട്ടുണ്ട്. 6 ഷെയറിൻ്റെ ഞാൻ പറഞ്ഞ റേഞ്ച് മാത്രം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഞാൻ പറയുന്ന റേഞ്ചിൽ നോക്കുക. അതിനുശേഷം അടുത്തത് 10% ഡൗൺ വരുവാണെങ്കിൽ മാത്രം എടുക്കുക. ഈ ഷെയറുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോഴേ ഈ ജൂബിലൻറ്റ് ഫുഡ്, ബിർള സോഫ്റ്റ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരൂടെയൊക്കെ ഇറങ്ങും. അതുകൊണ്ടാണ് ഞാനിപ്പം പറയാത്തത്. അപ്പോൾ ഇത്രയും ഷെയർ തന്ന ഷെയറുകൾ മാത്രം നോക്കിയാൽ മതി. ബാക്കി ഷെയറുകൾ അതിൻ്റെ ലെവലാവുകയാണെങ്കിൽ ഞാനിതുപോലെ ഷോർട്ട് ടൈം വീഡിയോ ഇട്ട് തന്നോളാം. അപ്പോൾ എല്ലാവർക്കും ഇതിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.